ഇപ്പോൾ രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും ശാരീരികമായി പരിക്കേൽപ്പിച്ചുവെന്നും നിരന്തരം ശല്യം ചെയ്തു എന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി. ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇത് രാഹുലിന് കുരുക്കാകാനുള്ള സാധ്യതയുണ്ടോ? അത് കുരുക്കാകാനുള്ള സാധ്യതയില്ല. കാരണം രാഹുൽ പീഡിപ്പിച്ചു, സെക്ഷൽ ആക്ടിവിറ്റി സമയത്ത് അവർ ധാരാളമായിട്ട് മർദ്ദിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു മെഡിക്കൽ എവിഡൻസ് വേണം. അതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ രണ്ട് കേസിനകത്തും ഡിലേഡ് ആയിട്ടുള്ള FIR ആണ്. ഒരു സംഭവം, പ്രത്യേകിച്ച് റേപ്പ് പോലെയുള്ള വലിയ ഒഫൻസ് നടക്കുമ്പം അന്നേരം തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പോലീസ് റിപ്പോർട്ട് ചെയ്തില്ല. അതിന് പകരം ഈ രണ്ട് കേസിനകത്ത് ഇപ്പം മുഖ്യമന്ത്രിയുടെ അവിടെ കൊടുത്തിട്ടാണ് കേസെടുക്കാൻ ഡയറക്ഷൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിനകത്തും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വളരെ ഡിലേ ഉണ്ട്. അപ്പോൾ ആ ഡിലേ ഉണ്ടായാൽ SHO എന്ന് പറയുന്ന ആൾ, കേസിൻ്റെ FIR എടുക്കുന്നയാൾ ചാടിക്കയറി FIR എടുക്കാൻ പാടില്ല, നിയമപരമായിട്ട് പാടില്ല. ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തണം. എന്താണ് ഈ താമസിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കാരണം? അത് റീസണബിളായിട്ട് അവർക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ താമസിച്ച് റിപ്പോർട്ട് ചെയ്ത് അത് വേറെ ആരെങ്കിലും പേരണ മുഖേനയാണോ ഇപ്പോഴീ കേസ് എടുക്കാനായിട്ട് നിർബന്ധിതയാകുന്നത് പോലീസ്, അല്ലെങ്കിൽ പോലീസിനെ നിർബന്ധിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ പ്രിലിമിനറി ആയിട്ട് പോലീസ് ഒന്ന് അന്വേഷിച്ച ശേഷമേ അതൊരു ട്രൂ കേസാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കുകയുള്ളൂ.